ചിത്ര ടീച്ചറേ, ഉം. ഒരു ചായ എനിക്കും ആവാം. ടീച്ചർ ഇങ്ങനെ ചായ കുടിക്കുന്നു, വായിക്കുന്നു. നേരത്തെ അല്ലേ ഒന്ന് കുടിച്ചത് മാഷേ, ഒന്ന് സമാധാനപ്പെടും. ഉം. അല്ല, നമ്മുടെ ദേവിക ടീച്ചറുടെ വീടിന്റെ കാര്യം എന്തായി? ഞാൻ 3-4 വീട് കാണിച്ചു കൊടുത്തു. പക്ഷെ അവർക്ക് ടീച്ചർ പറഞ്ഞൊരു 15,000-അപ്പുറം വാടക നടക്കില്ല എന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ ആ ടീച്ചർ കുറച്ച് പിശിക്കുക. ഇന്നത്തെ കാലത്ത് 15,000 രൂപയ്ക്കുള്ള വീട് കിട്ടുമോ? എനിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ടീച്ചറുടെ ഭർത്താവ് ബാങ്കിലെങ്ങാണ്ടാ തോന്നുന്നു അല്ലേ? രണ്ടുപേർക്കും അത്യാവശ്യം ശമ്പളമൊക്കെ ഉണ്ട്. പിന്നെ മൂത്ത മോന് ജോലി ഉണ്ടല്ലോ. മൂത്ത മകൻ ലണ്ടനിലാണ് തോന്നുന്നു അല്ലേ? അല്ല മാഷേ, 6Bയിലെ ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ട് പുതിയതായിട്ട്. മാഷ് കണ്ടായിരുന്നോ? മാഷില്ലേ 6Bയിലെ ഹിന്ദി ക്ലാസ്? 6B ഞാൻ തന്നെയാണ്. അമല് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി വന്നിട്ടുണ്ട്. എന്റെ പൊന്നെ, എന്തൊരു വികൃതിയാ കുട്ടി. നന്നായി പഠിക്കുന്നുണ്ടല്ലോ ടീച്ചർ. നന്നായി പഠിക്കുന്നുണ്ട്, പക്ഷെ ക്ലാസ് എടുക്കാൻ ഒരു സൗകര്യം തരുമോ? ഒരു സമാധാനം തരാത്തൊരു കുട്ടി. ആ പഠിക്കുന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ അതിനെ പുറത്താക്കാത്തത്. കുറച്ച് പാടാ. ഊണിനെന്താണ് കറി? എന്താ? ചോറും മുളകുശിയും പിന്നെ പപ്പടവും വറക്കാം. മീനൊന്നുമില്ലേ ഇന്ന്? എന്റെ മാഷെ, എത്ര കാലായി മീൻ കൂട്ടുന്നത്? ടീച്ചറെ ഫ്രിഡ്ജിൽ ഇറച്ചിണ്ടല്ലോ, എടുത്ത് വെച്ചുകൂടെ? ഞായറാഴ്ച ആയിട്ടൊന്നും ഒഴിവുള്ള ദിവസമല്ലേ? മാഷിന്റെ ഒരു കാര്യം വെച്ചുതരാം. നൈറ്റ് ആവുമ്പോഴത്തേക്കും ഇത്തിരി ചപ്പാത്തി ഉണ്ടാക്കാം. ഇപ്പോഴത്തേക്ക് എന്തായാലും ഞാനേ ഇച്ചിരി ചോറ് വെച്ചിട്ടുണ്ട്. ചോറും മുളകുശൊക്കെ മതി. നമുക്ക് ഉച്ചയ്ക്ക് അത് മതി. നൈറ്റ് നോക്കാം. കറണ്ട് ഇല്ലല്ലേ? കറണ്ട് പോയി. ഇല്ലെന്നേ. നിലമ്പൂരത്തെ ഇലക്ഷൻ റിസൾട്ട് ഷൗക്കത്താണോ മുന്നേറുന്നല്ലേ? ആരാടെ ഷൗക്കത്ത്? അതെ അതെ. എന്തായാലും നല്ല ഒരു ഇതുണ്ട്. പിന്നെ ആ ലൈബ്രറിന്ന് ആ സുരേഷ് ഏട്ട വന്നിരുന്നു. ഫോൺ എടുത്തോളൂ. ഇന്ന് ബിസി ആകുന്നു. അത് ആ അതുലിന്റെ അമ്മയാ. പേരന്റ്. ഇപ്പൊ ഫോൺ എടുത്താ പിന്നെ വെക്കില്ല, അതുകൊണ്ടാ. അല്ല, ലൈബ്രറിന്ന് സുരേഷ് ഏട്ട വന്നിരുന്നു. എൻ്റെ ഒരു ഫണ്ട് വിവങ്ങാണ്ട് പറഞ്ഞിട്ട്. ഇല്ല തോന്നുന്നു. അവിടെ സ്കൂളിൽ വന്നിരുന്നു. ആണല്ലേ? ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഭാഗമായിട്ട് ചുരുങ്ങിയ ഒരു 2 ലക്ഷം രൂപ അങ്ങാണ്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശരി. എപ്പോ നോക്കിയാലും പിരിവന്നെ. പിന്നെ നമ്മുടെ കിഡ്നി പേഷ്യന്റിന്റെ അന്ന് വന്നപ്പോ നീ എന്താ അതിനകത്തൊരു ഒന്നും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞല്ലേ അവര്? അപ്പൊ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ പാടില്ലായിരുന്നോ? ഞാൻ കൊടുത്തായിരുന്നല്ലോ. എവിടെ കൊടുക്കുന്നു? മാഷ് കൊടുത്തില്ലേ? ഞാൻ 2,000 രൂപ ഇട്ട് കൊടുത്തു. അതിനെന്താ? അത് മതി. ഒരു വീട്ടിൽ നിന്ന് അത് മതിയല്ലോ. ടീച്ചറെ, മഴ വരുന്ന നെല്ലൊക്കെ ഒന്ന് പോയിട്ടാ നോക്കണ്ടേ? മഴ വരുന്നുണ്ടല്ലോ. അതെ. ഹലോ, ഇവിടെ താൻ എന്തിനാ വിളിച്ചോണ്ടിരിക്കുന്നത്? താൻ എന്തിനാ വിളിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ മാഷ് ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഒരു വിധം എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. എന്തിനാ വിളിച്ചത്? എത്ര ദിവസമായി ടീച്ചറെ കാണണം, മീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. എന്താ ടീച്ചർ അതിനൊരു കറക്റ്റ് റീപ്ലൈ തരാത്തത്? അതിനാണോ വിളിച്ചത്? എന്റെ പൊന്നെ, കാണാലോ. എനിക്ക് എത്ര പെട്ടെന്ന് കാണാം. എത്ര പെട്ടെന്ന് മീറ്റ് ചെയ്യാം? കാണാനേ. എങ്ങനെ കാണാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം. മാഷ് ഈ അടുത്തൊരു മീറ്റിങ്ങിന് പോകണ്ട തിരുവനന്തപുരത്തോട്ട്. മാഷ് പോകുന്നുണ്ട്. അന്ന് രാവിലെ പോവും. അപ്പൊ ഞാൻ രാവിലെ ഇറങ്ങിക്കോളാം. ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ താനിങ് പോരെ. ഞാൻ വീട്ടിലേക്ക് വരാതാണ് നല്ലത്. വീട്ടിൽ ആരും ഇല്ലെങ്കിൽ അതാണ് നല്ലത്. വീട്ടിൽ വരാം. ശരി, പക്ഷെ ഇനി ഇങ്ങനെ വിളിക്കല്ലോ. എപ്പോഴാണ് പിടിക്കപ്പെടാന്ന് അറിയില്ല. എനിക്ക് പേടിയാ. എനിക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ടും ശബ്ദം കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ വിളിക്കുന്നത് ടീച്ചർ. എത്ര
കിട്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാണാതെ നടക്കുക. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ സോറി. പക്ഷെ എനിക്ക് ശബ്ദം കേൾക്കണം ഇടക്ക്. എപ്പോഴും വിളിക്കുമ്പോൾ സമാധാനം. ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ എനിക്കൊന്നും ഉറക്കം കിട്ടില്ല. ടീച്ചർ പറയുന്നല്ലേ. അയ്യടാ മോനെ ആള് കൊള്ളാം. അപ്പൊ മാഷിപ്പോ ഉണ്ടോ അവിടെ? ആ ഇപ്പോ അവിടെ ഇരിപ്പുണ്ട്, ഹാളിൽ ഇരിപ്പുണ്ട്. എന്തോ വായനയിലാ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും എന്താ പറഞ്ഞത്, ഡേറ്റ് എന്താ പറഞ്ഞത്? 17-ാം തീയതി എന്നാ പറഞ്ഞേ. ഇനി വരാൻ പോണ 17-ാം തീയതി. 17-ാം തീയതി ഞാൻ കാലത്തോ വൈകിട്ടോ എപ്പോഴാണ് വരേണ്ടതെന്നുള്ളത് ടീച്ചർക്ക് ജസ്റ്റ് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ പറയാം. അതൊക്കെ ശ്രുതിയുടെ ഇഷ്ടം പോലെ ചെയ്തോ. എനിക്ക് രാവിലെ വന്നാലും കുഴപ്പമില്ല, വൈകിട്ട് വന്നാലും കുഴപ്പമില്ല. എന്തായാലും മാഷ് വരാൻ എന്തായാലും രാത്രിയൊക്കെ ആവുമല്ലോ അല്ലേ? യാ, അത് രാവിലെ പോയിട്ട് അന്ന് മീറ്റിങ്ങും കഴിഞ്ഞ് അന്നത്തെ ദിവസം അവിടെ തങ്ങി പിറ്റേന്നേ വരൂ. ആ ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു താങ്ക് യു. ശരി എന്നാ, ഇനി വിളിക്കല്ല കേട്ടോ. 17-ാം തീയതി കാണാം. ഓക്കെ. 17-ാം തീയതി ഇനി വിളിക്കരുത്. ഇല്ല ഇല്ല ഇല്ല, ഇനി വിളിക്കില്ല. ശരി, ഓക്കെ, ബൈ. ഓക്കെ ബൈ. ചിത്ര ചേച്ചി, ചിത്ര ടീച്ചർ. അതെ, കേറി വാ. എത്ര കാലമായി കാണാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഒക്കെ കാണും, പെട്ടെന്ന് കേറിക്കാം. ആരും വരില്ല. ഓക്കെ, താങ്ക് യു. സുധീരിക്ക് ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകണം. ഇത്ര കാലമായി കാണാൻ ആഗ്രഹിക്കുന്നില്ലേ. ഇതൊക്കെ അധ്യാപകരല്ലേ, എല്ലാവർക്കും കിട്ടിയുള്ളതാവും. അധികവും ചേട്ടനാണ് കിട്ടിയിട്ടുള്ളത്. മാഷ് കിട്ടിയതാണ്. സുധീ ഭാഗത്ത് ആദ്യമായിട്ടാ? ഞാൻ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ്. ടീച്ചറെ ഞാൻ എൻ്റെ സ്ഥലത്തൊക്കെ ഒന്നും വന്നിട്ട് കണ്ടിട്ടില്ലല്ലോ. നമുക്ക് എവിടെ സമയം, നാട്ടിൽ പോണം. വല്ല ലീവും കിട്ടിയ അപ്പൊ നാട്ടിൽ പോവും, ഇല്ലെങ്കിൽ എന്നും സ്കൂളില്. എന്താ തോന്നി കണ്ടപ്പോ? ആദ്യമായിട്ട് കാണല്ലേ. എനിക്കൊരു പ്രത്യേക അനുഭൂതി, എന്തോ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എപ്പോഴോ ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിലാവാം, കണ്ടു മറന്നൊരു മുഖം പോലെ ഫീൽ ചെയ്യുന്നു. ഞാൻ സത്യം പറഞ്ഞാല് ഈ വരവിന് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ കുറച്ച് ദിവസം മുന്നേ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായില്ലേ, എനിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പറഞ്ഞിരുന്നു. അപ്പൊ ടീച്ചറിന്റെ അടുത്ത് ചോദിച്ചു എന്താന്നുള്ളത് പറയാൻ പറഞ്ഞു. ഞാൻ നേരിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, അമ്മ കുറച്ച് സുഖമില്ലാതെ കുറച്ച് പ്രശ്നങ്ങളിൽ കിടക്കുകയാണ്. അപ്പോ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചു. പിന്നെ അനിയനോ അല്ലെങ്കിൽ ജ്യേഷ്ഠനോ ഒന്നുമില്ല, പെങ്ങന്മാരും ഇല്ല. അപ്പൊ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. അപ്പൊ അമ്മനെ എങ്ങനെയാലും രക്ഷിച്ചെടുക്കണം എനിക്ക്. ഞാനാണെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിലാണ് മൊത്തത്തില്. കൊറോണ കഴിഞ്ഞതിന് ശേഷം എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. എനിക്കാണെങ്കിൽ ടീച്ചറോട് അതെങ്ങനെ പറയാന്നുണ്ടായിരുന്നു ഫോണിലൂടെ. അപ്പൊ നമ്മൾ നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചത്. പറഞ്ഞോളൂ. എന്നെ സാമ്പത്തികമായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ചോദ്യം. എനിക്ക് കൂടുതലൊന്നും വേണ്ട, എനിക്ക് 2 ലക്ഷം രൂപ കിട്ടിയാൽ മതി. കാരണം അമ്മയുടെ ഓപ്പറേഷനാണ് എനിക്ക് മുഖ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പം അതിന് 2 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. അതിൻ്റെ മുകളിൽ വേണം, പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ചുണ്ട്. ബാക്കി എനിക്ക് 2 ലക്ഷം രൂപ ഒപ്പിക്കണം. അപ്പോൾ തൽക്കാലത്ത് സഹായം പ്ലീസ്. എൻ്റെ അക്കൗണ്ടിൽ കാശില്ല. ഞങ്ങൾ ഈ അടുത്താണല്ലോ വീട് പണിയൊക്കെ പൂർത്തിയാക്കിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 2 പേരുടെ അക്കൗണ്ടും കാലിയാണ് ഇപ്പം നിലവിൽ. കാശായിട്ട് പോകുന്നു ഞങ്ങളുടെ കയ്യിലില്ല. വേറെ ആരെന്തെങ്കിലും കടമായിട്ട് വാങ്ങിച്ചു തരാൻ പറ്റുമോ? അയ്യോ, ഞാൻ മാക്സിമം എല്ലാവരുടെ അടുത്തും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫിക്സ്ഡ് ആയിട്ടിട്ട് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു പൂർത്തിയാക്കിയത്, ലോണൊന്നും ഇല്ലാണ്ടേ. എൻ്റെ വീട് പണി കൊണ്ട് പൂർത്തിയാക്കിയത് അങ്ങനെയാണ്. തൽക്കാലം ആഭരണങ്ങളായാലും മതി. അയ്യോ, എനിക്ക് ഈ ആഭരണങ്ങളേ ഉള്ളൂ. ഇതാണെങ്കിൽ ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ എന്താ. മാത്രമല്ല മാഷ് ചോദിക്കുകയും ചെയ്യും, എവിടെ പോയി താലിമാലാന്ന്. മാഷോട് ചോദിച്ചിട്ടല്ലല്ലോ ഇപ്പൊ എന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അങ്ങനെ പറഞ്ഞിട്ടെന്താ, എനിക്ക് നിവൃത്തിയില്ലഞ്ഞിട്ടാ. മാഷ് ഭയങ്കര ചോദിക്കും. അത് പിന്നെ എവിടെയാന്നൊക്കെ അറിയാണ്ട് മാഷൊരു അതൊരു ക്യാരക്ടർ പുള്ളി. അത് ശരിയാവില്ല.
എന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതിന് എന്തൊക്കെ കാരണങ്ങൾ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ മാഷ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. മീൻസ് മാഷ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഒരു അഭിനയം പറഞ്ഞൂടെ? അയ്യോ അത് ശരിയാവില്ല, അതൊട്ടും ശരിയാവില്ല, നടക്കുന്ന കേസല്ല. ആഭരണം എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോ എന്താ ചെയ്യുന്നതാണ് ആലോചിക്കുന്നത്. ആഭരണമൊക്കെ മാഷ അറിയാം. പിന്നെ ആകെ ഇത്രേ ആഭരണങ്ങളുള്ളൂ, ഒരു സ്ത്രീക്ക് ഇടുന്ന ആഭരണങ്ങളല്ലേ ഉള്ളൂ. തൽക്കാലം എന്നെ സഹായിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ മൊത്തം നാട്ടുകാരെ അറിയിക്കും ഇപ്പോൾ. അയ്യോ സുരന്ത അങ്ങനെയൊക്കെ പറയണേ. എനിക്ക് അത്യാവശ്യമാണ്, എനിക്ക് മാറി തങ്ങളുടെ ആഭരണങ്ങൾ വേണം ടീച്ചറെ. തരാൻ പറ്റില്ല. ഞാനെന്താ, എന്റെ ആഭരണങ്ങളല്ലേ, ഞാൻ ശ്രുതിക്കൊന്നും തരാനില്ലല്ലോ. എനിക്കൊന്നും തരണ്ട. ശരിക്കും മനസ്സിലായിട്ടില്ല. ഈ നാട്ടുകാരെ മൊത്തം ഞാൻ അറിയിക്കും, മാഷ അറിയിക്കും. എന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്തിനാന്ന് മനസ്സിലായ? എനിക്ക് ആഭരണത അഴിക്ക്. താഴെ ചതിക്കായിരുന്നല്ലേ? ചതിയല്ല, അഴിക്ക്, ആഭരണങ്ങൾ അഴിക്ക്. തരാൻ പറ്റില്ല. തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മൊത്തം നാട്ടുകാരെ ഞാൻ അറിയിക്കും. നീ എന്തിനാ എന്നെ കൊണ്ട് വിളിച്ചു വരുത്തിയെന്നൊക്കെ ഞാൻ മൊത്തത്തിൽ പറയും. അഴിച്ചോ ആഭരണങ്ങൾ. ഞാൻ വേറെ ഒന്നിനും ചോദിക്കുന്നില്ല, വേറെ ഒന്നും പറയുന്നില്ല. ഇതൊക്കെ തൽക്കാലം ആഭരണം ചോദിക്കും, എനിക്ക് തരാൻ മാഷ് കഴിയില്ല. ചോദിച്ചാ നീ എന്ത് കളവാണെങ്കിലും പറഞ്ഞു. പക്ഷെ ടീച്ചർ മാല അഴിക്ക്, വള അഴിക്ക്. എനിക്ക് അത്യാവശ്യമുള്ള സ്വർണ്ണമുണ്ട്, എനിക്കായി അത് നിർബന്ധമായിട്ട് വേണം. തായോ? ഞാൻ ചതിക്കായിരുന്നല്ലോടാ. ആ പിന്നെ ചതിക്കുക, അല്ലാതെ എനിക്ക് ഭ്രാന്താണല്ലോ. ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഭർത്താവുള്ള ഒരാളാന്ന് പ്രണയിക്കാം. ആഭരണം അഴിക്കടി. മോങ്ങിയിട്ടൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ ഇവിടെ വന്നതും എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. നീ എന്നെ സംസാരിച്ചിരുന്നത്, അതേപോലെ ഇപ്പൊ ഇവിടെ വന്ന മുതലുള്ള എല്ലാ രേഖകളും ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായ? എനിക്കതൊക്കെ മോർഫ് ചെയ്തിട്ടും അല്ലെങ്കിൽ AI സംവിധാനത്തിലും മൊത്തം നീക്കടാക്കാനേ അറിയാം. മൊത്തം പ്രചരിപ്പിക്കും, എല്ലാം അഴിക്കും. മനസ്സിലായില്ലേ? സ്പീഡാട്ടെ, അല്ലെ ഞാൻ അയച്ചെടുക്കാം. ഹലോ, സ്പീഡാക്ക്. ആ